ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഠിനമായ 3 വർഷങ്ങൾ. ആദ്യ വർഷം ആകാശം അതിന്റെ മഴയുടെ 1/3 തടഞ്ഞു വെക്കുന്നു. 2ാം വർഷം പകുതിയിലധികം മഴ നിൽക്കുന്നു. 3ാം വർഷം ഒരു തുള്ളി മഴ പോലും ഭൂമിയിൽ വീഴുന്നില്ല. പച്ചപ്പുകളെല്ലാം കരിഞ്ഞുണങ്ങി, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു. വിശപ്പും ദാഹവും കൊണ്ട് മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന ആ കാലം. ഈ കടുത്ത പ്രതിസന്ധിക്കിടയിലാണ് ലോകത്തിന് വെളിച്ചമായി ആ നായകൻ ഉദയം ചെയ്യുന്നത്. മുഹമ്മദ് ബിനു അബ്ദുള്ള, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പറഞ്ഞ ഇമാം മഹദി. മുസ്ലിം ലോകം ഒന്നിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. യുദ്ധങ്ങളും പട്ടിണിയും കൊണ്ട് തകർന്ന ലോകത്ത് സമാധാനം വീണ്ടെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴാണ് ആ ഭീകരമായ വാർത്ത എത്തുന്നത്. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ഒരു വലിയ യുദ്ധവിജയത്തിന് ശേഷം സിറിയയിൽ വിശ്രമിക്കുന്ന സമയം പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു ഭീകര ശബ്ദം മുഴങ്ങുന്നു. നിങ്ങൾ ഇവിടെ വിജയം ആഘോഷിക്കുമ്പോൾ അതാ ദജ്ജാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഭയചകിതരായ 10 പടയാളികൾ സത്യം അറിയാൻ കുതിരപ്പുറത്ത് കുതിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവരാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പടയാളികൾ എന്ന്. അവർ ചെന്നു കാണുന്നത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ കാഴ്ചയാണ്. കിഴക്ക് വശത്ത് നിന്ന് പേർഷ്യയിലെ, അതായത് ഇന്നത്തെ ഇറാൻ, ഇസ്ഫഹാനിൽ നിന്നാണ് അവന്റെ തുടക്കം. ഒരു കൈയിൽ പച്ചപ്പുള്ള തോട്ടവും മറു കൈയിൽ ആളിപ്പടരുന്ന തീയും. പക്ഷേ സത്യം അതല്ല. അവന്റെ സ്വർഗം നരകവും അവന്റെ നരകം സ്വർഗവുമാണ്. മിന്നൽ വേഗത്തിലാണ് അവന്റെ സഞ്ചാരം. ഒരു വലിയ മേഘത്തെ കാറ്റ് തള്ളിക്കൊണ്ടു പോകുന്ന വേഗതയിൽ അവൻ ഭൂമിയിലൂടെ പായും. അവന്റെ കൂടെ ഇസ്ഫഹാനിലെ 70,000 യഹൂദന്മാർ ആയുധധാരികളായി അണിനിരക്കുന്നു. ഓരോ നഗരത്തിലും അവൻ എത്തുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകും. അവൻ ഭൂമിയോട് കൽപ്പിക്കും, നിന്റെ നിധികൾ പുറത്തെടുക്കൂ. ഉടനെ തേനീച്ചക്കൂട്ടങ്ങൾ രാജ്ഞിയെ പിന്തുടരുന്നത് പോലെ ഭൂമിക്കടിയിലെ നിധികൾ അവന് പിന്നാലെ ഒഴുകും. ഇത് കണ്ട് അത്ഭുതപ്പെടുന്ന അവിശ്വാസികൾ അവനെ തങ്ങളുടെ ദൈവമായി പ്രഖ്യാപിക്കുന്നു. മനുഷ്യത്വത്തിന് മേൽ ഭയവും വഞ്ചനയും ആധിപത്യം ഉറപ്പിക്കുന്ന നിമിഷം, ലോകത്തിന്റെ നിയന്ത്രണം ദജ്ജാൽ കൈക്കലാക്കി എന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം, അവൻ തന്റെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിയുന്നു, പുണ്യനഗരമായ മദീന. ദജ്ജാലിന്റെ പ്രയാണം തുടങ്ങുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വിഭജനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ നിഷ്പക്ഷതയില്ല. ഒന്നുകിൽ നിങ്ങൾ ദജ്ജാലിന്റെ കൂടെ, അല്ലെങ്കിൽ അവന് എതിരെ. ദജ്ജാൽ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ അവനെ ദൈവമായി സ്വീകരിച്ചാൽ ആ നിമിഷം ആകാശം അവർക്കായി മഴ പെയ്യിക്കുന്നു. ഭൂമി വിളവുകൾ നൽകുന്നു. അവരുടെ പട്ടിണി മാറുന്നു. കന്നുകാലികൾ തടിച്ചു കൊഴുക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെടുന്ന അവിശ്വാസികൾ അവനെ ആരാധിക്കാൻ തുടങ്ങും. ഞങ്ങളെ ഓട്ടുന്നവൻ ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് അവർ ആക്രോശിക്കും. എന്നാൽ അവർക്ക് ലഭിക്കുന്ന ഈ സമൃദ്ധി വെറുമൊരു മായ മാത്രമായിരിക്കും. മറുഭാഗത്ത് ദജ്ജാലിനെ നിഷേധിക്കുന്ന ഗ്രാമങ്ങളിൽ അവൻ ദാരിദ്ര്യം അഴിച്ചുവിടും. ഒരു തുള്ളി വെള്ളമോ ഒരു തരി ധാന്യമോ അവർക്ക് ലഭിക്കില്ല. അവരുടെ കയ്യിലുള്ള നിധികൾ പോലും ദജ്ജാലിന്റെ പിന്നാലെ ഒഴുകിപ്പോകും. വിശ്വാസികൾ പട്ടിണി കൊണ്ട് തളരും. ആ സമയത്ത് അവർക്ക് ആഹാരം എന്താണെന്നറിയുമോ? പട്ടിണി മാറ്റാൻ അവർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടും. ആ ദിക്റുകൾ അവരുടെ വിശപ്പും ദാഹവും മാറ്റും. ശാരീരികമായ ഭക്ഷണത്തിന് പകരം ആത്മീയമായ ഊർജം കൊണ്ട് അവർ പിടിച്ചു നിൽക്കും. ദജ്ജാൽ ഒരു മനുഷ്യന്റെ അടുത്തു വന്ന് ചോദിക്കും, നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിക്കുകയാണെങ്കിൽ നീ എന്നിൽ വിശ്വസിക്കുമോ? അതെ എന്നവൻ മറുപടി നൽകുമ്പോൾ ദജ്ജാലിന്റെ കൂടെയുള്ള 2 പിശാചുക്കൾ ആ മനുഷ്യന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, മകനെ, ഇവനെ പിന്തുടരൂ, ഇവനാണ് നിന്റെ റബ്ബ്. സ്വന്തം മാതാപിതാക്കളെ കൺമുന്നിൽ കാണുമ്പോൾ പലരും തകർന്നു പോകും. അവർ ദജ്ജാലിന്റെ വലയിൽ വീഴും. ഈ ചതിയിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വിശ്വാസികളായ പുരുഷന്മാർ ഓടി വീട്ടിലെത്തും. സ്വന്തം ഉമ്മയും ഭാര്യയും മകളും ദജ്ജാലിന്റെ മായയിൽ വീഴാതിരിക്കാൻ അവരെ വീടിന്റെ തൂണുകളിൽ കെട്ടിയിടേണ്ടി വരുന്ന ഗതികേട് അന്നുണ്ടാകും.
അത്രമേൽ ശക്തമായിരിക്കും അവന്റെ സ്വാധീനം. ഈ സമയത്താണ് മദീനയിൽ നിന്ന് ഒരു യുവാവ് ദജ്ജാലിനെ കാണാൻ പുറപ്പെടുന്നത്. ദജ്ജാൽ അവനെ പിടിച്ച് രണ്ടായി വെട്ടിമുറുക്കും. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവനെ വീണ്ടും ജീവിപ്പിക്കും. ദജ്ജാൽ ചോദിക്കും, ഇപ്പോഴെങ്കിലും നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ആ യുവാവ് ചിരിച്ചുകൊണ്ട് പറയും, നീ ദജ്ജാലാണെന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പായി. ദജ്ജാലിന് പിന്നീട് ആ യുവാവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇങ്ങനെ ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കി. മക്കയും മദീനയും ഒഴിച്ച് ബാക്കി എല്ലാ നഗരങ്ങളും കീഴടക്കി. ദജ്ജാൽ തന്റെ അവസാന താവളത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം സിറിയയിലെ ദമസ്കസിലേക്ക് അവൻ തന്റെ സൈന്യത്തെ നയിക്കുന്നു. അവിടെയുള്ള ജാമിയ ഉമ്മവി പള്ളിക്കുള്ളിൽ ഇമാം മഹദിയും ഒരു ചെറിയ കൂട്ടം വിശ്വാസികളും ദജ്ജാലിനാൽ വളയപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണമില്ല, കുടിനീരില്ല. പുറത്തോ ദജ്ജാലിന്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യം. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാത്ത ആ കഠിനമായ രാത്രി. വിശ്വാസികൾ വിചാരിച്ചു, ഇതാണ് തങ്ങളുടെ അവസാനമെന്ന്. ദജ്ജാൽ അഹങ്കാരത്തോടെ പള്ളിയുടെ കവാടത്തിനു പുറത്ത് കാത്തു നിൽക്കുകയാണ്. പുലർച്ചെ ആ വാതിൽ തകർത്ത് അകത്തു കയറി എല്ലാവരെയും കൊന്നെടുക്കാൻ. സുബഹി നിസ്കാരത്തിന് ഇമാം മഹദി നേതൃത്വം നൽകാൻ തയ്യാറെടുക്കുന്നു. ആ നിമിഷം ആകാശത്തു നിന്ന് ഒരു പ്രത്യേക പ്രകാശം വെള്ള ഗോപുരത്തിന് മുകളിൽ പതിക്കുന്നു. രണ്ട് മലക്കുകളുടെ തോളിൽ കൈകൾ വെച്ച് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് ഒരാൾ പള്ളിയുടെ കിഴക്കേ ഗോപുരത്തിൽ വന്നിറങ്ങുന്നു. ദജ്ജാൽ കരുതിയത് ആ വാതിൽ തുറക്കുമ്പോൾ ഭയന്നോടുന്ന വിശ്വാസികളെ കാണാമെന്നാണ്. എന്നാൽ വാതിൽ തുറന്നപ്പോൾ ദജ്ജാൽ കണ്ടത് തന്റെ മരണം വിധിച്ചു വന്ന ആ ആളെയാണ്. അയാളുടെ തലയിൽ നിന്ന് മുത്തുകൾ പോലെ വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടതും വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ ദജ്ജാലിന്റെ ശരീരം ഉരുകാൻ തുടങ്ങുന്നു. അത്രയും നേരം ദൈവമെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന ദജ്ജാൽ ആ ഒരാളെ കണ്ടതും എന്തിനാണ് ഭയന്നോടുന്നത്? ആരാണ് ആഗതൻ? ഇമാം മഹദിക്ക് പോലും വഴിമാറിക്കൊടുക്കാൻ തോന്നിയ ആ മഹാപുരുഷൻ ആരാണ്? ദജ്ജാലിന്റെ അന്ത്യം ഈസാ നബിയിലൂടെ എങ്ങനെ സംഭവിക്കും? ആ യുദ്ധത്തിന്റെ ഭീകരത അറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കൂ.